അപ്പം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ മാൽഡീവ്സിലേക്ക് ടൂറിസ്റ്റ് ആയിട്ട് നമ്മൾ വിസിറ്റിനൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എടുക്കേണ്ട കാര്യങ്ങളും നമുക്ക് ബേസിക് ആയിട്ട് കൈ കരുതേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ട്രാവൽ ഡോക്യുമെന്റ്സിൽ നിന്ന് തന്നെ തുടങ്ങാൻ. അത് ഏറ്റവും ഫസ്റ്റ് ആൻഡ് മോസ്റ്റ്ലി നമുക്ക് വേണ്ടത് പാസ്പോർട്ടാണ്. അപ്പം മിനിമം 6 month എങ്കിലും വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് നമുക്ക് വേണം. അപ്പൊ നമ്മള് അവിടെ ചെക്കിങ്ങും ഒക്കെ ചെയ്ത് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ സമയത്തെല്ലാം നമുക്ക് വേണ്ടി വരുന്ന വേറൊരു കാര്യമാണ് നമുക്ക് റിട്ടേൺ ടിക്കറ്റ്. നമ്മളിപ്പം ടൂറിസ്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്, അതായത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ സ്ഥിരതാമസമൊന്നും ആക്കുന്നില്ല എന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ ടിക്കറ്റ് അവർ ചോദിക്കുക. അപ്പം നമ്മൾ അഡ്വാൻസ് ആയിട്ട് എടുക്കേണ്ടതാണ് റിട്ടേൺ ടിക്കറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ഹോട്ടൽ റൂം ബുക്കിംഗ് ആണ്, ഹോട്ടൽ ബുക്കിംഗ്. അപ്പം അത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, വീട്ടിൽ നിന്ന് തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇഷ്ടം പോലെ ഐലൻഡ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവിടെ തന്നെ ഇഷ്ടം പോലെ റിസോർട്ട്സും ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ റിസോർട്ട്സിന്റെ ഡീറ്റെയിൽസും അവിടുത്തെ പേയ്മെന്റ്, അവിടുത്തെ റേറ്റും, അവിടുത്തെ സ്റ്റേയുടെ കാര്യങ്ങളും, ഫുഡ് പാക്കേജസും അങ്ങനെ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഇനിയിപ്പം ഈ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരികിൽ നമുക്ക് ഇവിടെ ഇറങ്ങുന്ന സമയത്ത്, എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ ഹോട്ടലിന്റെ ഏജന്റ് കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം അവിടെ നിന്ന് നമുക്ക് ആ സമയത്ത് ഹോട്ടൽ ഏത് ഹോട്ടലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് ഹോട്ടൽ ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നതിലും ചെറിയൊരു റേറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും, ചെറിയ ഹൈ ആയിരിക്കും നമ്മൾ അങ്ങനെ ഇത് ബുക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ വേണ്ടത് ട്രാവൽ ഇൻഷുറൻസ് ആണ്, അത് ഓപ്ഷണൽ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ട്രാവൽ ഡിക്ലറേഷൻ ഫോം ആണ്. അപ്പം അത് നമ്മൾ ചെയ്യുന്നത് ഇമൂഗയിലാണ്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇമൂഗയുടെ സൈറ്റ് വരും. അപ്പം അതിൽ നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അതിൽ ഫോട്ടോസും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാവൽ ഡിക്ലറേഷൻ ഫോം റെഡിയാക്കാം. അപ്പോൾ ഇത് ആക്ച്വലി 96 hours വിതിൻ 96 hours ആണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അവിടെ ഈ അറൈവലിന്റെയും ഡിപ്പാർച്ചറിന്റെയും ഒരു 96 hours വിതിൻ ആണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടുത്തെ കറൻസിയും ഇവിടുത്തെ പേയ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത് US $. ഇവിടുത്തെ കറൻസി, അതായത് മാൽദീവിയൻ കറൻസി എന്ന് പറയുന്നത് മാൽദീവിയൻ റുപ്പയാണ്. അപ്പം ആക്ച്വലി ലോക്കൽ ഐലൻഡ്സിലൊക്കെയാണ് മാൽദീവിയൻ റുപ്പിയ കൂടുതലായിട്ട് നമുക്ക് പേയ്മെന്റ്സിനൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഈ റിസോർട്ട്സിലും അങ്ങനെ നമ്മുടെ വലിയ വലിയ ഹോട്ടൽസിലൊക്കെ US $. അക്സെപ്റ്റബിൾ ആണ്. ട്രാൻസാക്ഷൻസ് ഒക്കെ US $. നടത്തിയാലും മതിയോ. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ പോലെ എല്ലായിടത്തും ഒന്നും ATM കൗണ്ടേഴ്സ് ഒന്നും അങ്ങനെ അവൈലബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട കറൻസി പേയ്മെന്റ്സ് എമൗണ്ട് മണിയൊക്കെ നമ്മൾ മാലിന്ന് തന്നെ എടുത്ത് കൈവശം വെക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. US $. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഇന്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്. ഇത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. അപ്പം നമുക്ക് വലിയ ഷോപ്സിലൊക്കെ പേയ്മെന്റ്സ് ഒക്കെ നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഹോട്ടൽസിലൊക്കെ റിസോർട്ട്സിലൊക്കെ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ്സ് ഒക്കെ നടത്താം. ഞാൻ ക്ലോത്തിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കോട്ടൺ ക്ലോത്ത്സ് അല്ലെങ്കിൽ ബീച്ച് വെയേഴ്സ് ഒക്കെ ആയിരിക്കും ഏറ്റവും പ്രിഫർ ചെയ്യുക. കാരണം അത്യാവശ്യം ഒരു ചൂടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പം ഈ ലൈറ്റ് കോട്ടൺ ക്ലോത്ത്സ് ഒക്കെ ആയിരിക്കും മോസ്റ്റ് പ്രിഫറബിൾ. പിന്നെ നമുക്ക് സ്വിമ്മിങ്ങിന് പറ്റിയ സ്വിമ്മിങ് സ്യൂട്ട്സ് അല്ലെങ്കിൽ സ്നോർക്ലിംഗ് പറ്റുന്ന തരം സ്വിമ്മിങ് സ്യൂട്ട്സ് ഒക്കെ കയ്യിലെടുക്കുന്നതൊക്കെ കൂടുതലും നല്ലതായിരിക്കും. പിന്നെ ഈ സ്നോർക്ലിങ്ങിനൊക്കെ സ്നോർക്ലിംഗ് ഗിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് സ്വന്തമായിട്ടുള്ളവർക്ക് അത് കയ്യിൽ കരുതാം. അല്ലെങ്കിൽ റിസോർട്ട്സിലൊക്കെ ഇവര് തന്നെ ഈ സ്നോർക്ലിംഗ് ഗിയേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ എക്സ്ട്രാ $. കയ്യിൽ നിന്ന് ആയിന്ന് വരാം. അപ്പോൾ സ്വന്തമായിട്ടുണ്ടെങ്കിൽ കൈ കരുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ അത്യാവശ്യം സൺഗ്ലാസസ്, ഹാറ്റ് ഒക്കെ കൈ കരുതുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ഡയറക്റ്റ് സൺറൈസ് ഒക്കെ വന്നടിക്കുന്നതുകൊണ്ട് ബീച്ചിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നതും സൺസ്ക്രീൻ ഒക്കെ കയ്യിലെടുക്കുന്നതും നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ മണല് കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ചപ്പൽസ്
ഒക്കെ നമ്മൾ കയ്യിൽ കരുതുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ നടക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങ് കുഴിഞ്ഞു കുഴിഞ്ഞു പോകും. ഹെവി ആയിട്ടുള്ള ചെരുപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഷൂസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലെ കൂടെ നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായി തോന്നും. പിന്നെ ഈ വെള്ളത്തിൽ നിന്ന് സീ കൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് മിക്കവാറും നമ്മുടെ ചെരുപ്പൊക്കെ നടക്കുക. അതുകൊണ്ട് ഷൂ ഒക്കെ ഇട്ട് നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് നമ്മള് ചപ്പൽസ് ഒക്കെ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ചപ്പൽസ് ഒക്കെ കൈ കരുതുകയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി നല്ലത്. ഈ ടൂറിസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെ ചപ്പൽസ് ഒന്നും ഇട്ട് കാണുന്നത് കുറവാണ്. കാരണം ഇതിലിപ്പോ ചെളി പറ്റാനൊന്നുമില്ല. കൂടിപ്പോയാൽ നമ്മുടെ കാലെ കുറച്ച് മണൽ പറ്റാം, അതൊന്ന് തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പോവാന്നേ ഉള്ളൂ. അപ്പം ബെയർ ഫ്രൂട്ടില് നടക്കുകയാണ് കൂടുതലും ചെയ്യുക. അപ്പം നമ്മള് വന്നിട്ട് ഇതേപോലെ ചെരുപ്പ് ഇടുന്നതിലും ഒരു ഫീല് കിട്ടുന്നുണ്ടെങ്കിൽ ചെരുപ്പില്ലാണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു രസം തന്നെയാണ്. പിന്നെ ഇപ്പൊ നമ്മള് മൊബൈൽ ആൻഡ് ആക്സസറി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് പോർട്ട് ഒക്കെ ഇവിടെ വരുന്നത് കൂടുതലും UK 3-pin ചാർജർ. അപ്പൊ നമ്മുടെ നോർമൽ ചാർജർ, നമ്മുടെ നാട്ടിലെ ചാർജർ കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ പ്ലഗ് ഇവിടെ സ്യൂട്ട് ആവാതെ വരും. അപ്പൊ നമുക്ക് അതിന് പറ്റിയ അഡാപ്റ്ററും കൂടെ കയ്യിൽ കരുതുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രോൺസ് ഒന്നും അത്ര ആക്സെപ്റ്റബിൾ അല്ല. പക്ഷെ സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ എടുത്ത് കയ്യിൽ ഡ്രോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യമുള്ള മെഡിസിൻസ് ഒക്കെ, ഈ മെഡിസിൻസ് റെഗുലർ ആയിട്ട് എടുക്കുന്നവരൊക്കെ മെഡിസിൻ കയ്യിൽ കരുതാനായിട്ട് മറക്കരുത്. പിന്നെ ഇവിടെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. കാരണം നല്ല നമ്മൾ വേർത്ത് പോകുന്നത് നമ്മൾ അറിയത്തില്ല. ഇപ്പം ചൂടാണേലും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ അങ്ങനെ വേർത്ത് പോകുന്നില്ല. പക്ഷെ നമ്മൾക്ക് നല്ല വാട്ടർ ലോസ് വരുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന്. അപ്പം നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി മാൽഡീവ്സ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം രാജ്യമാണല്ലോ. അപ്പം ആൽക്കഹോള് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അലൗഡ് അല്ല. ട്രാവലിങ്ങിന്റെ സമയത്താണെങ്കിലും നമുക്ക് അങ്ങനെ കയ്യിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് അലൗഡ് അല്ല. പോർക്കും അതേപോലെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഇതേപോലെ റെസ്ട്രിക്റ്റഡ് ആണ്. ഈ റിസോർട്ട്സിലൊക്കെ വരുമ്പോഴത്തേക്കും ഓൾ ഇൻക്ലൂസീവ് പ്ലസ് പാക്കേജസ് എന്നൊക്കെ പറഞ്ഞ പാക്കേജസ് ഉണ്ട്. അപ്പൊ അതില് ഈ ആൽക്കഹോൾ ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജസ് എടുക്കുക. ഈ ഫുൾ ബോർഡ് പാക്കേജസ് ഒക്കെ വേറെ ഉണ്ടാവും. പക്ഷെ അതിൽ നമുക്ക് ആൽക്കഹോള് അങ്ങനെ ഡ്രിങ്ക്സോ ഒന്നും ഇൻക്ലൂഡഡ് അല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോ അത് വേറെ തന്നെ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡോളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കിയ ഒരു ബിയർ ഒക്കെ വാങ്ങിക്കാനായിട്ട് തന്നെ ഒരു $7 അതേപോലെ തന്നെ ഒരു കോക്ടെയിലിനൊക്കെ ഒരു $10 to $12 ഒക്കെയാണ് റേറ്റ് വരിക. അപ്പൊ അങ്ങനെ പാക്കേജസ് എടുക്കുന്ന ഓൾ ഇൻക്ലൂസീവ് പ്ലസ് പാക്കേജസ് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ അൺലിമിറ്റഡ് ആയിട്ട്, ഈവൻ ഈ ഡ്രിങ്ക്സ് എല്ലാം, ഈവൻ കോക്ടെയിൽ ആയിക്കോട്ടെ, ബിയർ ആയിക്കോട്ടെ, മറ്റ് ഡ്രിങ്ക്സ് എല്ലാം ആയിക്കോട്ടെ, അത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ആ പാക്കേജസ് എടുക്കുന്ന സമയത്ത് ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ സ്റ്റേ ഹൈഡ്രേറ്റഡ്. മാൽഡീവ്സ് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചു. അപ്പം ഇനിയും നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല കാഴ്ചകളും ന്യൂസുകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നതോടെ വരെ ഡോക്ടർ അന്നാസ് യാത്രാ ഡയറി ജസ്റ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.